വിശ്വാസമുണ്ട് എങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തും നേടാം. ബിലീഫ്. നമ്മള് എല്ലാ ആളുകളും ബിസിനസ്സുകാരാണ്. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള അതല്ലെങ്കിൽ എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെക്കാളും കൂടുതൽ ബുദ്ധി നമുക്കുണ്ടോ? അല്ല. എല്ലാവർക്കും ഏകദേശം 1-300 ഗ്രാമാണ് നമ്മുടെ ബ്രെയിനിന്റെ ഭാരം. പക്ഷെ നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ സ്വയം വിശ്വസിച്ച് മാത്രമല്ല നമ്മളുള്ള ടീമുകളെ നമ്മളെ വിഷനിലേക്ക് എത്താൻ സാധിക്കുമെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു. അതാണ് വിശ്വാസത്തിന്റെ പ്രത്യേകത. ഒരു അലക്സ് ജോൺ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരുപാട് മുമ്പത്തെ കഥയാണ്. അദ്ദേഹം ഇതുപോലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന് നല്ലൊരു കഴിവാണ്, എനിക്ക് എന്തുകൊണ്ട് സ്വയം ബിസിനസ് ചെയ്തു. അങ്ങനെ അദ്ദേഹം ബിസിനസ് ചെയ്തു. നല്ല അടിപൊളി ബിസിനസ്, എല്ലാവിധ അംഗീകാരങ്ങളും എല്ലാവിധ പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടി. അപ്പൊ ബിസിനസ് ചെറുതായിട്ടൊരു അഹങ്കാരം ഇങ്ങനെ കയറി. അങ്ങനെ എല്ലാവിധ ദുശീലങ്ങളുണ്ടായി. ബിസിനസ്സിൽ ശ്രദ്ധിക്കാതെ നിന്നു. അപ്പോ കീഴുദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ ദുരുപയോഗം ചെയ്തു. പറ്റ പോലീസായി താഴേക്ക് അധപ്പതിച്ചു. ആൾക്കാർ ഇങ്ങനെ ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കണം, എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാൻ വിഷം വാങ്ങാൻ പോലും ഇദ്ദേഹത്തിന്റെ അടുത്ത് കാശില്ല. അങ്ങനെ ഇദ്ദേഹം പാർക്കിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ തട്ടിട്ട് പറഞ്ഞു, ഇത് വളരെ വിഷമത്തിൽ നിൽക്കുകയാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാശിന് ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ വലിയ അത്ഭുതമായി. എന്റെ ഉള്ളറിയുന്ന ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കാര്യം ചില സമയങ്ങളിൽ നമുക്കൊക്കെ ഉണ്ടാവും, എന്റെ ഉള്ളിൽ കേൾക്കണമെങ്കിൽ എന്റെ സംസാരം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും തോന്നിയിട്ടില്ല. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കാര്യം, നിങ്ങൾക്ക് എത്ര വേണം? അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു ചെക്ക് എടുത്തു. ഇദ്ദേഹം പറഞ്ഞ എമൗണ്ട് എത്രയാണോ അത് സൈൻ ചെയ്തു. അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കുമ്പോഴാണ് ആ സൈൻ ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണ് പറയുക? ജോൺ ഡി റോക്ക്ഫെല്ലറുടെ സൈൻ. അത് കേട്ടപ്പോ ചെക്ക് കിട്ടിയപ്പോ തന്നെ കിളി പോയി. ഇതും കൂടി കണ്ടപ്പോ അന്നത്തെ ആദ്യത്തെ ബില്യനർ ആയിട്ടുള്ള ജോൺ ഡി റോക്ക്ഫെല്ലറുടെ ചെക്കാണ്. അങ്ങനെ അപ്പൊ തന്നെ, കാരണം ഇദ്ദേഹത്തിന് ഇതിന്റെ ചെറിയ കാര്യം വിട്ടുപോയി. നാളെ നേരം വെളുക്കാൻ പാടില്ല. നാളെ നേരം വെളുത്താൽ ഇദ്ദേഹത്തിന് കടക്കാർ വന്ന് പൊതിയും. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കണമെന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ തന്നെ ബാങ്കിൽ ഭയങ്കര തിരക്ക്. അദ്ദേഹം ചിന്തിച്ചു, വലിയൊരു മനുഷ്യൻ, ബിസിനസ്സിൽ ഒരുപാട് ആളുകളുടെ റോൾ മോഡലായിട്ടുള്ള ഇത്രയും വലിയൊരു മനുഷ്യൻ തന്ന ചെക്ക്, അതൊരു മോട്ടിവേഷന് വേണ്ടി, ഒരു വൈബ്രേഷന് വേണ്ടി എന്റെ കയ്യിൽ വെച്ചിട്ട് എന്തുകൊണ്ട് ഒന്നും കൂടി തുടങ്ങിയില്ല. കാരണം ഒരുപാട് പരിചയമുള്ള വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ വെണ്ടേഴ്സിനെയും എല്ലാ ഡിസ്ട്രിബ്യൂഷനെയും കണ്ടിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ചെക്ക് തന്നപ്പോൾ അടുത്ത വർഷം ഇതേ ദിവസം ഈ പാർക്കിൽ ഞാൻ വരും, എനിക്ക് 1 രൂപ ഏറെ വേണം, പക്ഷെ എന്റെ എമൗണ്ട് കൃത്യമായിട്ട് തിരിച്ചു തരണം. അങ്ങനെ ഇദ്ദേഹം ഓരോ ആളുകളോട് ഓരോ ഡേറ്റ് ഒക്കെ പറഞ്ഞു. അത് കോൺഫിഡന്റ് ഉണ്ട്, കാരണം എന്താ, ചെക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇദ്ദേഹം ബിസിനസ്സിലേക്ക് വളരെ ശക്തമായി തിരിച്ചു വന്നു. ഇതെങ്ങനെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കണം, കാരണം എന്താ, തന്നെ താനാക്കിയ ദൈവത്തെ കാണാൻ. അങ്ങനെ ഇതേ ദിവസം ഇദ്ദേഹം പാർക്കിലേക്ക് നിൽക്കുകയാണ്. കറക്റ്റ് പറഞ്ഞ സമയത്ത് തന്നെ ഈ വ്യക്തി ആയിട്ടുള്ള മനുഷ്യനെ നടന്നു കഴിഞ്ഞാൽ അടുത്തെത്തിയപ്പോ ഇയാളിങ്ങനെ കെട്ടിപ്പിടിക്കാനുണ്ട് പോവാണ്. അപ്പൊ ഒരു സിസ്റ്റർ വന്നുകൊണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഹലോ മിസ്റ്റർ, സോറി, ഇദ്ദേഹം മാനസിക രോഗിയാണ്. ഇദ്ദേഹം മാനസികം കൂടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം പറയാൻ ഞാൻ ജോൺ ഡി റോക്ക്ഫെല്ലർ ആണെന്ന്. എന്താ ഇവിടെ സംഭവിച്ചത്? ഇദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല. പക്ഷെ ഇദ്ദേഹത്തിന് അറിയുന്ന ഒരു കാര്യം, ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന് സൈൻ ചെയ്യാൻ. ഇതാണ് വിശ്വാസത്തിന്റെ